അമേരിക്ക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു യുദ്ധക്കൊതിയന്മാരുടെ രാജ്യമാണ്. പഴയ ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷമുഖത്തും ദൃശ്യമാവുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആളിക്കത്തിക്കുന്നതിനും സ്വന്തം അജണ്ട നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ തമ്പടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രക്തദാഹികളായ ആ രാജ്യത്തെ ഇന്നലകൾ എന്താണെന്നും നാം അറിയേണ്ടതുണ്ട്. 20-ാം നൂറ്റാണ്ടിലാണ് അമേരിക്ക ആഗോള ശക്തിയായി രൂപം പ്രാപിക്കുന്നത്. വ്യാവസായിക സാങ്കേതിക മേഖലകളിൽ കൈവരിച്ച വളർച്ച അമേരിക്കയുടെ കുതിച്ചുകയറ്റത്തിന് കാരണമായി. 1ഉം 2ഉം ലോഹമഹായുദ്ധങ്ങളും അമേരിക്കൻ കുതിച്ചുകയറ്റത്തിന് സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. 1929 മുതൽ 1939 വരെ ലോകമെമ്പാടും രൂപം കൊണ്ട സാമ്പത്തിക മാന്ദ്യത്തിന് പോലും അമേരിക്കയെ പോറിലേൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1950കളിൽ ആഗോള സാമ്പത്തികത്തിന്റെ സിംഹഭാഗവും കേന്ദ്രീകരിച്ചിരുന്നത് പോലും അമേരിക്കയായിരുന്നു. ഇതോടെയാണ് രാജ്യാന്തര പ്രശ്നങ്ങളിൽ അമേരിക്ക കൂടുതലായി ഇടപെടാൻ തുടങ്ങിയത്. ഇതാ അമേരിക്കയുടെ ആയുധ വിപണിക്കും വലിയ ഗുണമാണ് ചെയ്തത്. മിക്കയിടങ്ങളിലും അമേരിക്കയുടെ ഇടപെടലുകൾ വലിയ സംഘർഷങ്ങളും ഭീതിയും പടർത്തിയപ്പോൾ വിറ്റുപോയത് വൻ ആയുധശേഖരം കൂടിയായിരുന്നു. അമേരിക്കയുടെ യുദ്ധവെറിയെ കുറിച്ച് കണക്കുകൾ നമുക്ക് നോക്കാം. 1898 സ്പാനിഷ് അമേരിക്കൻ യുദ്ധം, പനാമയിലെ അമേരിക്കൻ നിയന്ത്രണം, 1945-49 കാലഘട്ടത്തിൽ ചൈനയുമായി നടന്ന യുദ്ധം, കൊറിയയുമായി 1950 മുതൽ 53 കാലഘട്ടത്തിൽ നടന്ന യുദ്ധം, 56 ഗോട്ടിമാലൻ അട്ടിമറി, ഇന്തോനേഷ്യയിൽ US നടത്തിയ യുദ്ധം, പിന്നീട് ക്യൂബ, കോങ്കോ, പെറു, ലാവോസ്, കംബോഡിയ, നിക്കോഗരഗ, എൽ സലാവഡോർ, ഗ്രനേറ്റ, സുഡാൻ, യമൻ, പാകിസ്ഥാൻ, പാലസ്തീൻ, ഇറാൻ, ഇറാഖ്, സിറിയ. ഈ പട്ടികയിലേക്ക് ഇറാനെയും കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. അതിനുവേണ്ടിയാണ് അവർ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് പശ്ചിമേഷ്യയിൽ സംഘർഷം വിതയ്ക്കുന്നത്. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കണക്കുകൾ അവർ തമ്മിൽ തീർക്കട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്നതിന് പകരം ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ തീരുമാനം ആ രാജ്യത്തിന്റെ അധിനിവേശ താൽപര്യത്തിനും യുദ്ധക്കൊതിയും വ്യക്തമാക്കുന്നതാണ്. എന്നാൽ പേർഷ്യൻ പോരാളികളായി ഇറാനെ കീഴ്പ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അഥവാ അമേരിക്ക ഇറാനിൽ കാലുകുത്തിയാൽ വിയറ്റ്നാമിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പലായനം ചെയ്ത് ഓടിയതുപോലെ നാണം കെട്ട് ഓടേണ്ട അവസ്ഥയിലേക്കാണ് അമേരിക്ക പോവുക.